ആത്മീയകഥകളിലേക്ക് സ്വാഗതം. ആത്മീയകഥകളിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് ക്ഷേത്ര ദർശനം എങ്ങനെയാവണം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങൾ, ദേവാലയങ്ങൾ. അതേതു മതത്തിൻ്റെ ആയാലും ദേവാലയങ്ങളിലേക്ക് പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത്. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ക്ഷയം ഇല്ലാതാക്കുന്ന, മൂല്യച്യുതി ഇല്ലാതാക്കുന്ന കേന്ദ്രങ്ങളാണ്. ഏത് സ്ഥലത്ത് ഒരു ദേവാലയം വളരെ ശക്തമായ രീതിയിൽ ഉണ്ടോ അവിടെ എല്ലാ അർത്ഥത്തിലുള്ള അഭിവൃദ്ധിയാണ് സൂചന നൽകുന്നത്. ക്ഷയിക്കുന്ന പ്രദേശങ്ങളിൽ പലപ്പോഴും ക്ഷേത്രങ്ങളോ ദേവാലയങ്ങളോ ഉണ്ടാകാറില്ല, മറ്റരാജകത്വങ്ങളായിരിക്കും വർദ്ധിക്കുക. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് നാം പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സ് വ്യത്യസ്തമാണെങ്കിലും ഒരു ഏകചിന്തയിലേക്ക് എത്താറുണ്ട്. അവിടെ ഒരു ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ പോകുന്ന അല്ലെ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ആ ഊർജവും ആ ഒരു ശാന്തിയും അതെല്ലാം അവിടെ നിലനിർത്തുവാൻ ഈ പോകുന്ന ആൾക്കാരും ശ്രദ്ധിച്ചിരിക്കണം, അല്ലെ ഭക്തരായിട്ടുള്ളവരും ശ്രദ്ധിച്ചിരിക്കണം എന്നർത്ഥം. അപ്പോൾ നമ്മൾ ചില ഒരു ധർമ്മമുണ്ട്, ഒരു കർമ്മത്തിലൊരു ധർമ്മം ഉണ്ടായിരിക്കണം എന്ന് പറയും. അപ്പം ക്ഷേത്ര ദർശനവേളയിൽ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ശുദ്ധിയാണ്, വൃത്തിയാണ് എന്നൊക്കെ പറയും. അത് സ്വയം തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ആദ്യം. അതിനാണ് പ്രഭാതത്തിൽ പലപ്പോഴും ശരീരശുദ്ധി ചെയ്യാറുണ്ട് പലരും, പക്ഷേ മനസ്സിൻ്റെ ശുദ്ധി ചെയ്യാറില്ല. അപ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയോടും കൂടി ആയിരിക്കണം ക്ഷേത്ര ദർശനം. ഇനി നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു ഉടുപ്പാണ്, അതിനകത്താണ് ആത്മാവിരിക്കുന്നത്. ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു വസ്ത്രമാണ് നമ്മുടെ ശരീരം. ഈ ഭൗതികതയിലുള്ള ശരീരത്തെ മറ്റൊരു വസ്ത്രം കൊണ്ട് നമ്മൾ പൊതിഞ്ഞിരിക്കും. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പം അണിയുന്ന വസ്ത്രങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ളതായിരിക്കണം. അത് കൂടുതൽ രജസ് ഉണർത്തത്തക്ക രീതിയിലാണ്, തീക്ഷ്ണമായ കളറ് സ്പ്രെഡ് ചെയ്യത്തക്ക രീതിയിലുള്ളതാകാൻ പാടില്ല. കാരണം അവിടെ നമ്മൾ മാത്രമല്ല മറ്റുള്ളവരും ശാന്തി തേടി വരുമ്പോൾ കളറുകളിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ ഡിസ്ട്രാക്റ്റ് ചെയ്യപ്പെടുന്നു, ചിന്തകൾ ചെതറിപ്പോകുന്നു. അതിന് നമ്മളായിട്ടൊരു വഴി ഒരുക്കാതിരിക്കുക, ശുഭ്രവസ്ത്രമായിരിക്കുക. അതെല്ലാ ദിവസവും അലക്കി തേച്ചത് വേണമെന്നില്ല. സാധാരണ സ്ഥിരം പോകുന്നവരാണെങ്കിൽ അതിനുവേണ്ടി മാത്രം മാറ്റി വെക്കുക ഒരു ജോഡി ഡ്രസ്സ്. അങ്ങനെ ലളിതമായ രീതിയിലുള്ള ഒരു സംസ്കാരം ക്ഷേത്ര ദർശനവേളയിൽ പണ്ട് തൊട്ടേ നമ്മൾ ആചരിച്ചിരുന്നു. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ മൂല്യച്യുതിയുടെ ഭാഗമായിട്ട് നേരെ വിപരീതമായിട്ട് സംഭവിക്കുക. മറ്റൊന്ന്, ശ്രദ്ധ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ അത് നമുക്ക് വാസനയിലേക്ക് പോകരുത്. വാസന ജന്മസിദ്ധമായിട്ടുള്ള നമ്മുടെ ചില താല്പര്യങ്ങളില്ലേ, അപ്പം അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ആ പ്രദേശത്ത് ചെല്ലുമ്പോഴുള്ള നമ്മുടെ ശ്രദ്ധ വാസനയിലേക്ക് പോകരുത്, മറിച്ച് സാധനയിലേക്കായിരിക്കണം. സാധന നമ്മൾ അനുഷ്ഠിക്കുന്ന ചില ചിട്ടകളിലേക്കായിരിക്കും. സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് നടക്കുന്ന മന്ത്രജപമാകാം, അല്ലെങ്കിൽ അതേപോലുള്ള പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങളാകാം, ഭജൻസ് ആകാം, ധ്യാനമാകാം. ഇനിയും നമ്മൾ പലപ്പോഴും മന്ത്രദീക്ഷയൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ ജപമാലയിൽ ജപിക്കലാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്വച്ഛമായിട്ടിരുന്നു കൊണ്ടുള്ള സാധന ചെയ്യാനുള്ള കേന്ദ്രങ്ങളാണ്. അതിന് പകരം പലപ്പോഴും നമ്മുടെ വാസനയിലേക്കാണ് ശ്രദ്ധ പോകുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിനകത്ത് നിൽക്കുമ്പോഴോ പരിസരത്ത് നിൽക്കുമ്പോഴോ നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കണ്ടാൽ നിങ്ങളുടെ വാസനയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും അവിടെ സംസാരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള അവരുടെ അസാന്നിധ്യത്തിൽ എപ്പോഴും അവരുടെ കുറ്റം പറയുന്നൊരു വാസന നമുക്കുണ്ടെങ്കിൽ ഈ വ്യക്തിയെ കാണുമ്പോഴും നമ്മളതായിരിക്കും പറയുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പൂഴിമണൽ വാരി മേത്തിടുന്ന പോലുള്ളൊരു അവസ്ഥയാണ് ഈ ശുദ്ധിയില്ലായ്മ കൊണ്ട് സംഭവിക്കുക. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പല വാസനകളും ഉണ്ടാകാം ജന്മസിദ്ധമായിട്ട് ഉള്ളിൽ കിടക്കുന്നത്. ഓരോ കാഴ്ചകൾ കാണുമ്പോൾ, ഓരോ വ്യക്തികളെ കാണുമ്പോൾ, ഓരോ സന്ദർഭം കാണുമ്പോൾ ഇപ്പോൾ കുറ്റപ്പെടുത്തൽ ചിലപ്പോൾ വന്നേക്കാം. അത് നമ്മുടെ തന്നെ വാസനയാണ്. ഒരു സ്ഥലങ്ങളും കാണുമ്പോൾ പലപ്പോഴും നെഗറ്റീവായിട്ട് ഒരുപാട് മനസ്സിൽ കിടക്കുന്ന ആൾക്ക് ആദ്യം നെഗറ്റീവേ വരുള്ളൂ. അതവർ ആവർത്തിച്ച് ചിന്തിക്കും കയറി. അത് വാസനയെ കണക്റ്റായതുകൊണ്ടാണ്. പക്ഷെ ഒന്നിലും ആവശ്യമില്ലാത്ത ചുറ്റുപാടുള്ള ഭൗതികതയിലെ വാസനയിലോട്ട് പോകാതെ സാധനയിലേക്ക് മുറുകെ പിടിക്കാൻ സാധിക്കണം. അപ്പം ഗ്രഹത്തിൽ നിന്നാണ് നേരെ ക്ഷേത്രത്തിൽ പോയി മടങ്ങി ഗ്രഹത്തിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പോയി വരുന്നിടം വരെ സാധനയിലായിരിക്കണം.
വഴിയിലേക്ക് ഒരുപാട് വാസനകളുണ്ടാകും. അതുകൊണ്ട് അറ്റാച്ച്ഡ് ആകരുത്. പോകുന്ന വഴിക്ക് ഷോപ്പിലൊക്കെ കയറി അവിടുത്തെ കുറേ കഥകളൊക്കെ കേട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദേവാലയ ദർശനം നടത്തുന്നവരുണ്ട്. പക്ഷെ അതിനായിട്ട് മാറ്റിവെച്ച് പോകുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ നമ്മുടെ സാധനാധിഷ്ഠിതമായിട്ടുള്ള ഒരു യാത്ര, ഒരു തയ്യാറെടുപ്പ് ആയിരിക്കണം എന്നർത്ഥം. ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിലേക്ക് കടന്നു വരുന്ന പല വിധത്തിലുള്ള ചിന്തകളെ അതിൻ്റെ ഡെൻസിറ്റി ഒന്ന് കുറയ്ക്കാനുള്ള ചില ഹെൽത്ത് ക്ലബ്ബുകളാണ് നമ്മുടെ ദേവാലയങ്ങൾ. ഹെൽത്ത് ക്ലബ്ബ്. എല്ലാവർക്കും ആരോഗ്യം ആവശ്യമില്ലേ? ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് ജിംനേഷ്യത്തിൽ പോകാറുണ്ട്. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശരീരവും മനസ്സും ചേർന്നാണ്, സ്ഥൂലവും സൂക്ഷ്മവും. ഫിസിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ എനർജി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കോമ്പിനേഷൻ അതാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും താളാത്മകമായിട്ട് ദീർഘനാൾ നിലനിർത്തണമെങ്കിൽ രണ്ടിനും അത് ആവശ്യമായ രീതിയിലുള്ള നാച്ചുറൽ നേച്ചർ നിലനിർത്താൻ സാധിക്കും. ഇപ്പോൾ ശരീരത്തിനുള്ളിലാണ് ആത്മാവിരിക്കുന്നത്, ദൈവിക ചൈതന്യം ഇരിക്കുന്നത്. അത് ദീർഘനാൾ ഈ ലോകത്ത് നമുക്കറിയണമെങ്കിൽ ശരീരത്തെ അതിനാവശ്യമായ ചലനാത്മകം, ബോഡിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ചലനമാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്തും പ്രവൃത്തി ചെയ്യുന്ന സമയത്തും ഒക്കെ ജീവനോടിരിക്കുമ്പോൾ ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ബോധം, നമ്മുടെ ശരീരം. അപ്പോൾ ശരീരത്തിന് ചലനമാണ് നാച്ചുറൽ നേച്ചറെങ്കിൽ എന്ത് വേണം? ശരീരത്തിനുള്ള വ്യായാമം കൊടുക്കണം എല്ലാ ദിവസവും. എങ്കിലേ അതിന് മൂർച്ച കൂടുകയുള്ളൂ. ഏതൊരു ഉപകരണവും ഉപയോഗിക്കുമ്പോഴല്ലേ മൂർച്ച കൂടുക. അപ്പം ശരീരത്തിന് ചലനം, വ്യായാമം നിർബന്ധമായിട്ടും സ്ഥിരം ചെയ്യുന്ന വ്യായാമം, നടക്കുന്നതും നമ്മൾ നിവൃത്തിയില്ലാതെ ചെയ്യുന്ന പല ജോലികളും അതൊരു വ്യായാമമല്ല. വ്യായാമത്തിനായിട്ട് പ്രത്യേകം മാറ്റിവെക്കുക ശരീരത്തിന്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക, മനസ്സിനൊരു വ്യായാമം. അതെന്താണ്? ഏകാഗ്രതയാണ്. മനസ്സിൻ്റെ സ്ഥായീഭാവം അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്ഥായീഭാവം ശാന്തിയാണ്. ഈ ശാന്തി നഷ്ടപ്പെടുമ്പോഴാണല്ലോ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം. സ്വസ്ഥത എന്നാണ് പറയുന്നത്. ഈ സ്വസ്തി അനുഭവിക്കുന്ന ആത്മാവിലാണ്. ഒരു ദേവാലയത്തിലേക്ക്, ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉദ്ദീപിപ്പിക്കത്തക്ക രീതിയിലുള്ള എല്ലാ ഡെലിബറേഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതിലെല്ലാം ഉദ്ദീപനം ലഭിക്കത്തക്ക രീതിയിലുള്ള സിസ്റ്റംസാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാഴ്ചകൾ, അവിടെ കാണുന്ന കാഴ്ചകൾ അലങ്കാരങ്ങളാണ്. ശുദ്ധവും വൃത്തിയായിട്ടാണ് അവിടെ പരിപാലിക്കപ്പെടുന്നത്. അപ്പോൾ അത് ശുദ്ധവും വൃത്തിയായിട്ട് പരിപാലിക്കാനായിട്ട് നമ്മളുടെ ഭാഗത്തും ശ്രദ്ധയുണ്ടാകണം. അവിടെ ഒരു പക്ഷേ മാറാല പിടിച്ചിരിക്കുന്ന പ്രദേശം ഉണ്ടാകും, എന്തെങ്കിലും അഴുക്കുള്ള സാധനങ്ങളുണ്ടെങ്കിൽ മറ്റാരോടും അത് ചൂണ്ടിക്കാണിക്കാതെ സ്വയം അത് വൃത്തിയാക്കാൻ പറ്റണം. പ്രാർത്ഥന മാത്രം പോരാ, പ്രവൃത്തിയും ഉണ്ടാകണം. പലപ്പോഴും നമ്മൾ അവിടെയുള്ള ക്ഷേത്ര ജീവനക്കാരെയും മറ്റുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്താറുണ്ട്. നിങ്ങളുടെ മുന്നിൽ വന്ന ഒരവസരമാണ്, ദൈവികമായ സാന്നിധ്യം കാട്ടിത്തരികയാണ്, നിൻ്റെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ, ഉടൻ തന്നെ അത് ചെയ്യുക. അപ്പം അലങ്കാര രൂപേണ വലിയ വിഗ്രഹങ്ങളിലൊക്കെ ഗോളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും കിരീടങ്ങളും ഒക്കെയാണ്. ദേവനെന്തിനാണ് കിരീടമെന്ന് ചോദിച്ചാൽ ദേവനാവശ്യമില്ല. പക്ഷേ കണ്ണുകളോടെ, ആർത്തിയോടെ, ശ്രദ്ധയോടെ നോക്കുന്ന ഭക്തൻ്റെ മനസ്സിലാണ് ആ സംതൃപ്തി നിറയുന്നത്, ആ ഒരു ഐശ്വര്യം നിറയുന്നത്, വാല്യൂ നിറയുന്നത്. അതിനാണ് ഈ അലങ്കാരങ്ങൾ. അപ്പോൾ ക്ഷേത്രങ്ങൾ കണ്ണിലൂടെയുള്ള ആ ഒരു ഇത് കിട്ടുന്നു. മറ്റൊന്ന് ഗന്ധമാണ്. നല്ല ഗന്ധങ്ങളാണ് ക്ഷേത്ര പരിസരത്തേക്ക് ചെല്ലുമ്പോൾ കിട്ടുക. ഇതും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അകത്തേക്കുള്ള എനർജി സ്വാംശീകരിക്കലാണ്. മറ്റൊന്ന് കേൾവിയാണ്. പ്രഭാതത്തിലൊക്കെ ലഭിക്കുന്ന, പ്രഭാതത്തിൽ അവിടെ പ്ലേ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള വാദ്യമേളങ്ങൾ, ഇതിലൂടെയൊക്കെ കർണപുടത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ടുള്ള പോസിറ്റീവ് എനർജിയാണ് സംഭവിക്കുക. ത്വക്കിൽ പലപ്പോഴും പ്രസാദം നമ്മുടെ ശരീരത്തേക്ക് കളഭങ്ങളൊക്കെ പൂശുമ്പോൾ, സിന്ദൂരം പൂശുമ്പോൾ ഒക്കെ തൊലിക്കുള്ള അല്ലെങ്കിൽ ത്വക്കിലേക്കുള്ള ഒരു ഉത്തേജനത്തിനുള്ള സംഭവമാണ്. പിന്നെ പ്രസാദം നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഊർജം സംഭരിച്ച ഒരു ദേഹവുമായി, ഒരു മനസ്സുമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിനകത്ത് ചെലവഴിക്കുന്നത്. ആ ചെലവഴിച്ച ഊർജ്ജ സ്രോതസ്സിനെയും കൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എതിരെ വരുന്നൊരു സുഹൃത്തിനെ കാണുമ്പോൾ ഒരു കാരണവശാലും ക്ഷയിക്കാണ്ട് കൊടുക്കരുത്. കാരണം അത് ഡി എനർജിയായി, എർത്ത് ഡൗൺ ആയി പോകും. അതുകൊണ്ട് രണ്ട് കൈകളൊന്ന് കൂപ്പി തൊഴുക, നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ കർമ്മ മണ്ഡലത്തിലേക്ക്. സാധാരണ ആൾക്കാർ നേരെ ഒരു കടയിലോട്ടാണ് കയറുന്നത്, കഴിഞ്ഞ് അവിടെ ചൊരിഞ്ഞിട്ടങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിൽ, ഓർമ്മകളിൽ തങ്ങി നിൽക്കട്ടെ. ആത്മീയ കഥകളിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.